अस्सलामु अलैकुम वरहमतुल्लाह। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व अस्हाबिहि अजमईन, अम्मा बाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वमन यअमल मिनस्सालिहाति मिन ज़करिन औ उन्सा वहुव मुमिन फउलाइक यदखुलूनल जन्नत वला युज़लमून नक़ीरा। സഹോദരങ്ങളെ, മുസ്ലിം വനിത കണ്ണീരും യാഥാർത്ഥ്യവും, ഇതാണ് ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട്. മാർച്ച് മാസം 18-ാം തീയതി വെള്ളിയാഴ്ച ഇസ്ലാമിനെ നന്നാക്കാനും മുസ്ലിം വനിതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഏറെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് നടന്ന ദിവസമാണ്. ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും ഒരു പ്രാധാന്യവും ആ തീയതിക്കില്ല എന്ന് നമുക്കറിയാം. നമുക്കാർക്കും ആ തീയതി ഓർമ്മയില്ല, ആ തീയതി ഓർത്ത് വെക്കാറുമില്ല. അന്നെന്ത് നടന്നു എന്നും നമുക്കറിയില്ല. അന്ന് നടന്നത് ന്യൂയോർക്കിലെ കത്തീഡ്രൽ ദേവാലയത്തിലെ ഒരു ഹാളിൽ വെച്ച് ഇസ്ലാമിലെ പുരുഷ മേധാവിത്വത്തെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മുസ്ലിം വനിത ആദ്യമായി വെള്ളിയാഴ്ച ഖുതുബ പ്രഭാഷണം നിർവഹിച്ച ദിവസമാണ്. ഈ ദിവസം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമോ അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളമോ ചരിത്രത്തിലൊരു പ്രാധാന്യവുമുള്ള ഒരു ദിവസമായി തോന്നിയിട്ടില്ല, അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെ നന്നാക്കുകയും മുസ്ലിം വനിതകൾ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടത് തങ്ങളുടെ ബാധ്യതയും തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമാണ് എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ ഇടിമുഴക്കം സൃഷ്ടിച്ച ദിവസമായിരുന്നു. മുസ്ലിം സമുദായത്തിൽ ഇടിമുഴക്കം പോയിട്ടൊരു മുഴക്കം പോലും അതുണ്ടാക്കിയില്ല. എന്തായിരുന്നു സംഭവങ്ങൾ? ഇന്ന് ലോകത്തെമ്പാടും മുസ്ലിം വനിതയ്ക്ക് വേണ്ടിയുള്ള കണ്ണുനീര് ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് മാത്രമല്ല, ഒരുപാട് നാളായി കണ്ണുനീര് ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിം പെണ്ണിനു വേണ്ടി.
നമ്മളെല്ലാവരും പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട് ആ കണ്ണുനീര്. ആ ഗദ്ഗതവും കണ്ണുനീരുമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ മുസ്ലിം വനിതയുടെ പ്രയാസങ്ങളെക്കുറിച്ചുള്ള ആവലാതിയും വേവലാതിയുമാണ് എന്ന് ചില നിഷ്കളങ്കരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകാനിടയുണ്ട്. എന്നാൽ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കേണ്ടത് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ അനിവാര്യതയാണ്. ആ വസ്തുത പരിശോധിക്കുവാൻ വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ആമിന വദൂദ് വിർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ പ്രൊഫസറാണ്. അവരാണ് ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പായി സൂചിപ്പിക്കപ്പെടുന്ന ഖുതുബ പ്രസംഗത്തിന് നേതൃത്വം നൽകിയത്. ആ ഖുതുബ നടത്തിയത് ന്യൂയോർക്ക് സിറ്റിയിലെ മുസ്ലിം പള്ളികളുടെ വാതിലുകൾ മുഴുവനും ഞങ്ങൾ മുട്ടിയിട്ട് ഒരു പെണ്ണിനെ ഖുതുബ പറയാൻ അവരാരും സമ്മതിച്ചില്ല എന്നും അതിന് വാതിൽ തുറന്നു തന്നത് ഈ കത്തീഡ്രലിൻ്റെ ആളുകളാണ് എന്നും അതുകൊണ്ടാണ് കത്തീഡ്രലിൻ്റെ ഹാളിൽ വെച്ച് ഞങ്ങൾക്ക് ഖുതുബ നടത്തേണ്ടി വന്നത് എന്നുമാണ് ഡോക്ടർ ആമിന വദൂദിൻ്റെയും ആളുകളുടെയും വിശദീകരണം, അനുയായികളുടെയും. പക്ഷെ അവർ തിരിച്ചു ചോദിച്ചില്ല. ഈ കത്തീഡ്രൽ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സഭ ഇതുവരെ ഒരു പെണ്ണിന് പുരോഹിത പട്ടം നൽകേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന കാര്യം. ഈ കത്തീഡ്രൽ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സഭ അവർക്ക് അവിടുത്തെ അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ മതപരമായ കാര്യങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ഇന്നും ഒരു പെണ്ണിനെ പുരോഹിത സ്ഥാനത്തേക്ക് പോയിട്ട് കൃത്യമായ അൾത്താരയിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുവാൻ വരെ ഇതുവരെ അവസരം നൽകിയിട്ടില്ല എന്ന വസ്തുത ആ കൊടുത്ത പള്ളിക്കാർക്കോ പ്രസംഗിച്ച ആളുകൾക്കോ പ്രശ്നമായിരുന്നില്ല. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലുകളുടെ, ഗദ്ഗതങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്രോതസ് എന്താണ് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ആമിന വദൂദാണ് ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് എന്ന്. അവരുടെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, 1999 പുറത്തിറങ്ങിയ ഖുർആൻ ആൻഡ് വുമൺ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിന് സത്യത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇറങ്ങിയ കുറേയേറെ പുസ്തകങ്ങളുടെ തുടർച്ച എന്നുള്ള നിലക്കാണ് അവരുടെ പുസ്തകം കടന്നു വന്നത്. മൊറോക്കക്കാരിയായ ഫാത്തിമ മെർണിസി 980കളുടെ അവസാനം മുതൽ മൊറോക്കോയിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിലവിലുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്ന മുഖം വെച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങളിൽ മുഴുവനും ഇസ്ലാമിന് നേരെയുള്ള കുന്തമുനകൾ നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ മെർണീസിയാണ് ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ മാതാവായി അറിയപ്പെടുന്നത്. ഫാത്തിമ മെർണീസിയുടെ ബിയോണ്ട് ദ വീൽ എന്ന പുസ്തകവും അതേപോലെ തന്നെ ദ വീൽ ആൻഡ് മുസ്ലിം എലൈറ്റ് എന്ന പുസ്തകവും പാശ്ചാത്യ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട, സ്വീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അവരീ പുസ്തകങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൊറോക്കോയിലെ മുസ്ലിം സമുദായത്തിലെ ഇടയിൽ നടക്കുന്ന
അനാചാരങ്ങൾ എടുത്തു പറഞ്ഞ് നേരെ ഇസ്ലാമിലേക്ക് അതിനെയെല്ലാം വരവ് വച്ച് ഇസ്ലാമിൻ്റെ അടിച്ചമർത്തലിന് കീഴിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം വനിതയുടെ വിമോചനം എന്ന സ്വപ്നവുമായി അവർ കുറേ കണക്കുകൾ കൂട്ടുന്നുണ്ട്. മൊറോക്കോയിൽ വെച്ച ഇസ്ലാമിക വിമോചനത്തിൻ്റെ ശബ്ദത്തിന് അവർ തുടക്കം കുറിച്ചത് സമൂഹമധ്യത്തിൽ വെച്ച് ശിരോവസ്ത്രം കത്തിച്ചു കളഞ്ഞുകൊണ്ടായിരുന്നു എന്നതും അവരുടെ ജീവചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ ഈ പുസ്തകങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് 1990കളുടെ അവസാനമാകുമ്പോഴേക്ക് നമ്മൾ കാണുന്നു. 1995 അവർ തൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ജീവചരിത്രത്തിൽ ഡ്രീംസ് ഓഫ് ട്രാൻസ്ഗ്രഷൻ എന്ന പേരിലുള്ള ഡ്രീംസ് ഓഫ് ട്രാൻസ്പാസ് എന്ന പേരിലുള്ള തൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ 1995 പുറത്തിറങ്ങിയ ജീവചരിത്ര ഗ്രന്ഥത്തിൽ അതിര് കടക്കുന്നതിനു വേണ്ടിയുള്ള സ്വപ്നങ്ങളുമായി ചെറുപ്പകാലഘട്ടത്തിൽ ജീവിച്ച അവരുടെ ചെറുപ്പത്തിലുള്ള ഇഷ്ടം പോലെ പണം വീട്ടിലുള്ള വലിയ പണക്കാരൻ്റെ മകളായി ജനിക്കുകയും എന്നാൽ ആണുങ്ങളെപ്പോലെ വേണ്ട രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ചെറുപ്പത്തിൽ ഹൃദയത്തിനകത്ത് ഉടലെടുത്ത ഇസ്ലാം വിരോധത്തിൻ്റെ ബീജങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പ്രസ്തുത പുസ്തകത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് ലഭിക്കും. അത് കഴിയുന്നതോടുകൂടിയാണ് 1995 ഇവരുടെ ഇസ്ലാമിക് ഫെമിനിസവുമായി ബന്ധപ്പെട്ട മുസ്ലിം സ്ത്രീകളെ വിമോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുടെ അവസാനിക്കുന്നതോടുകൂടിയാണ് പുതിയ ഞാൻ പറഞ്ഞ ആമിന വദൂദിൻ്റെ പുസ്തകങ്ങളെ പോലെയുള്ളവ പുറത്തു വരുന്നത്. ശേഷം പല തലങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല തലങ്ങളിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഞാൻ പാശ്ചാത്യ ലോകത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ കാതൽ എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ പുസ്തകങ്ങൾ പലതും പുറത്തിറങ്ങി, പല സ്ഥലങ്ങളിൽ നിന്നായി. ഇർഷാദ് മാഞ്ചി എന്നറിയപ്പെട്ട ഒരു മുസ്ലിം വിമോചക പ്രവർത്തക, അവരുടെ ദ ട്രബിൾ ഓഫ് ഇസ്ലാം ടുഡേ എന്ന പുസ്തകം പല രൂപങ്ങളിൽ പല കോലങ്ങളിൽ 2001 മുതൽ 2005 വരെയുള്ള സമയത്ത് പല ഹെഡിങ്ങുകളോടുകൂടി പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇതിലെല്ലാം പറയാനുള്ളത് പഴകിപ്പൊളിച്ച ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. മുസ്ലിം പേരുള്ള അവരാരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ മെർണീസിക്ക് ശേഷം നമ്മൾ കാണുന്ന ഒരു പുതുമയാർന്ന ശൈലിയുണ്ട്. അത് മറ്റൊന്നുമല്ല, മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും നമുക്ക് നൽകിയ സകലവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങൾ, മുസ്ലിം സ്ത്രീക്ക് നൽകിയ സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യങ്ങൾ മുഴുവനും നശിപ്പിച്ചത് പിൽക്കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ആൺപക്ഷ വ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആൺപക്ഷ വ്യാഖ്യാനങ്ങൾക്ക് മാത്രം എതിര് നിൽക്കുന്നവരാണ്, ഇസ്ലാമിനെതിരെ നിൽക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇർഷാദ് മഞ്ചിയെ പോലെയുള്ള ആളുകൾ എഴുതാൻ ആരംഭിക്കുന്നത്. പക്ഷേ അവരുടെ രൂപവും ഭാവവും വസ്ത്രവും എല്ലാം കണ്ടാൽ പാശ്ചാത്യർ പാല് കൊടുത്ത് വളർത്തി മടിയിൽ കിടത്തുന്ന ആളുകളാണ് അവർ എന്ന് കാണാൻ ഏറെ പ്രയാസമൊന്നുമില്ല. ഇതേപോലെ തന്നെ വളരെ രസകരമായ പുസ്തകം 2001 പുറത്തിറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് W.L. കാറ്റി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഈ പുസ്തകങ്ങൾ, ഞാനീ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചിട്ടുള്ളത് ഫാത്തിമ മർണീസി ആണെങ്കിലും ആമിന വദൂദ് ആണെങ്കിലും ഇവരെല്ലാം രചിച്ചിട്ടുള്ള സ്ത്രീകളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പുരുഷന്മാരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ ചർച്ചയിലോ പരിഗണനയിലോ കടന്നു വരുന്നേയില്ല. W.L. കാറ്റിയുടെ പുസ്തകം
അതിൻ്റെ ഹെഡിങ് മാരീഡ് ടു മുഹമ്മദ് എന്ന. മാരീഡ് ടു മുഹമ്മദ്. ഈ പുസ്തകം അമേരിക്കയിലും ബ്രിട്ടനിലുമുള്ള യൂണിവേഴ്സിറ്റികളിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയുണ്ടായി. വളരെ അതിസുന്ദരമായ കവറോട് കൂടിയുള്ള ഒരു ഗ്രന്ഥം. കാട്ടിയുടെ ചിത്രവും പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുണ്ട്. ഈ പുസ്തകത്തിൽ അവർ വിശദീകരിക്കുന്നത് ഇസ്ലാമും ആയി ബന്ധപ്പെട്ട് നേർക്കുനേരെ ബന്ധമില്ലാത്ത മറ്റൊരു ചരിത്രമാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നും ഏറെ വിമർശിക്കപ്പെടുമെന്നും അങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ ഏറെ ശ്രദ്ധേയമാകുമെന്നും അങ്ങനെ ജനങ്ങൾക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുമെല്ലാം കരുതിക്കൊണ്ട് തയ്യാർ ചെയ്യപ്പെട്ട ഹെഡിങ് ആയിരുന്നു ഇത്. എങ്കിലും മാരീഡ് ടു മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഹെഡിങ്ങിൽ തന്നെ വന്നുകൊണ്ട് ഒരു പാശ്ചാത്യ സ്ത്രീയുടെ ചിത്രം വന്നുകൊണ്ട് പുറത്തിറങ്ങിയാൽ തീർച്ചയായും ഏറെ ഒച്ചപ്പാടുകൾ ഉണ്ടാകുമെന്ന് തസ്ലീമയെപ്പോലെ സൽമാൻ റുഷ്ദിയെപ്പോലെ ആഗ്രഹിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഗ്രന്ഥമാണെങ്കിലും യൂറോപ്പിലെ മുസ്ലിം സമുദായം ബുദ്ധിപരമായ ആ ഗ്രന്ഥം കണ്ടില്ല എന്ന് നടിച്ചതുകൊണ്ട് ഒരു ഒച്ചപ്പാടുണ്ടായില്ല. പക്ഷെ ആ പുസ്തകത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ആ ബുക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയ്ക്ക് അതിൽ വരുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് W.L. കാട്ടിയുടെ സ്വന്തം ജീവചരിത്രമാണ്. ആ ജീവചരിത്രം കാണിക്കുന്നത് വേറൊന്നുമല്ല, അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കവേ ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ മുസ്ലിം യുവാവ് പ്രേമിച്ച് അവരെ വിവാഹം ചെയ്യുന്നു. വിവാഹം ചെയ്ത് ആ മുസ്ലിം യുവാവ് സ്വാഭാവികമായും അയാളുടെ ജന്മനാട്ടിലേക്ക് മടങ്ങുമ്പോൾ അതോടുകൂടി വിവാഹം നടക്കുന്നതോടുകൂടി അവൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ ചിത്രപാട് ആ പുസ്തകത്തിൽ മൊത്തത്തിലുള്ളത്. ജന്മനാട്ടിലേക്ക് പോയപ്പോഴാകട്ടെ അവിടെ ക്രൂരതകളുടെ ഒരു പരമ്പര തന്നെ അവളെ കാത്തിരിക്കുകയാണ്. ക്രൂരതകളുടെ പരമ്പര. അങ്ങനെ അവൾ ഈ ക്രൂരതകളുടെ മുഴുവനും സ്രോതസ് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞത് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുമാണ് ഈ ക്രൂരതകളുടെ മുഴുവനും സ്രോതസ് എന്നാണ്. എന്താണ് അങ്ങനെ ഉള്ള ഒരു പുസ്തകം? 2001 അത് പുറത്തിറങ്ങിയത്. ഒരു തലം. അതേപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഞാൻ ഈ പുസ്തകങ്ങളെ പറയുന്നത് ആര് നോക്കിക്കാണുമ്പോഴും അതിൻ്റെ നാഡിമിടിപ്പുകൾ മനസ്സിലാക്കി തരുന്നവയാണ് ഗ്രന്ഥങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. 2007 ഈ അടുത്ത് ഫെബ്രുവരി മാസത്തിൽ ഒരു പുസ്തകം പുറത്തിറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് ജി ക്രൂക്സ് എന്ന് പറയുന്ന സ്ത്രീയാണ്. ഓസ്ട്രേലിയൻ പത്രപ്രവർത്തകയാണ് അവർ. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് ഏറെ ശ്രദ്ധേയമായൊരു ഹെഡിങ്ങാണ്. 9 parts of desire എന്നാണ് ഹെഡിങ്. അത് ആ ഹെഡിങ് എന്തുകൊണ്ട് ഇട്ടു എന്നെല്ലാം ഉള്ളത് വേറെ ചർച്ചയാണ്. നമ്മളെ വിഷയവുമായി ബന്ധമുണ്ടെങ്കിലും ആ ചർച്ചയിലേക്ക് കടന്നു വന്നാൽ സമയം ഒരുപാട് പോകും. 9 parts of desire, ആ ദാഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ 9 ഭാഗങ്ങൾ എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അവർ ഈ പുസ്തകത്തിൽ മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വസ്തുതാപരമായ വിവരണങ്ങളാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. വളരെ സുന്ദരമാണ് ഗ്രന്ഥം. ആ പുസ്തകത്തിലാകട്ടെ ഒറ്റപ്പെട്ട് മുസ്ലിങ്ങളെ ചീത്ത പറയുന്ന രീതിയല്ല സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ അത് വളരെ സമർത്ഥമായ ജേർണലിസ്റ്റിക് പാഠവത്തോടു കൂടി തന്നെ ചെയ്യപ്പെട്ട പുസ്തകത്തിൽ ഈ ഒരു പത്രപ്രവർത്തകയുടെ എല്ലാ സാമർഥ്യങ്ങളോടും കൂടി അവർ ആ ഗ്രന്ഥത്തിലൂടെ അങ്ങനെ കടന്നു വരുന്നത് മുസ്ലിം സമൂഹത്തിലെ 2 തരത്തിലുള്ള സ്ത്രീകളെയും അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളെയും ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്ന സ്ത്രീകളെയുമെല്ലാം പരിഗണിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ കടന്നു വരികയാണ് അവർ. ആ ഗ്രന്ഥത്തിൽ അവർ പ്രത്യേകമായി എടുത്തു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അഥവാ അവർ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട്. വലിയ കഥയാണ് പറയുന്നത്. ഒരു സുഡാനി സ്ത്രീ കൊല ചെയ്യപ്പെട്ട സങ്കടകരമായ കഥ. ഒരു സുഡാനി പെണ്ണ് കൊല ചെയ്യപ്പെട്ടു. എന്താ കാരണം? ഒരു സുഡാനി പുരുഷൻ അവളുമായി വിവാഹം ചെയ്തു, വൈവാഹിക ബന്ധത്തിലേർപ്പെട്ടു.
വൈവാഹിക ബന്ധമുണ്ടായി. അങ്ങനെ അയാൾ പോയ സ്ഥലങ്ങളിലെല്ലാം അവളെ കൊണ്ടുപോയി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 2 കുട്ടികളുടെ മാതാവായ പെണ്ണ്, മുസ്ലിം പെണ്ണ്, മുസ്ലിം പുരുഷൻ, 2 കുട്ടികളുടെ മാതാവായി. ഇയാൾ വേണ്ടത്ര സ്നേഹം അവൾക്ക് കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരുന്നപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ കുറച്ചൊരു സ്വാതന്ത്ര്യം വേണമല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ഫ്ലാറ്റിന് പുറത്തേക്കെല്ലാം ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫ്ലാറ്റിന് പുറത്തുള്ള ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു, സുഹൃത്ത് ബന്ധങ്ങൾ. ഒരു ദിവസം ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഏതോ ഒരു അന്യപുരുഷനുമായി ഇവൾ സംസാരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവളെ കൊന്നുകളഞ്ഞു. ഓ, എത്ര ക്രൂരം, എത്ര ക്രൂരനാണ് ഈ സുഡാനി ഭർത്താവ്! ഇയാളെ കൊണ്ട് ഈ ക്രൂരത ചെയ്തത് ഇസ്ലാമിലെ ഹോണർ കില്ലിംഗ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കടന്നു പോകുന്നത്. ആലോചിച്ചു നോക്കുക, ഒരു മഹാഗ്രന്ഥം 400ഓളം പുറം വരുന്ന വലിയൊരു പുസ്തകത്തിൽ ഒരു കേവലം ഒറ്റപ്പെട്ട സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി വളരെ സമർത്ഥമായ പരിശ്രമം ഒരു ഗ്രന്ഥകാരി, ഒരു ജേർണലിസ്റ്റ് നടത്തുന്നതാണ് നമ്മൾ അതിൽ മുഴുവനും കാണുന്നത്. അവരതിൽ ബ്രിട്ടനിൽ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്, മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിങ്ങളുടെ യാതൊരു സ്വാധീനവുമില്ലാത്ത പാശ്ചാത്യ ലോകത്ത്, വിശേഷിച്ചും അമേരിക്കയിൽ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2006 ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ കണക്ക് പ്രകാരം 3 സ്ത്രീകൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതിലൊന്ന് സ്വന്തം ഭർത്താവിനാലോ അതല്ലെങ്കിൽ കാമുകനാലോ ആണ് കൊല ചെയ്യപ്പെടുന്നത് എന്നതാണ് കണക്ക്. അവിടെ ഇസ്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ മറ്റെന്തെങ്കിലും ക്രിസ്തുമതം പ്രവർത്തിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപരമായ വീക്ഷണങ്ങൾ അവിടെ സ്വാധീനിക്കുന്നുണ്ടോ? ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഇത്തരം ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ അതേ അമേരിക്കയിൽ ഓരോ 1.3 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ്. വ്യഭിചരിക്കപ്പെടുന്നതും മറ്റുമെല്ലാം വേറെ കണക്കാണ്. ഓരോ 1.3 മിനിറ്റിലും 24 മണിക്കൂറുള്ള ഓരോ 1.3 മിനിറ്റിലും ഒരു സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നതാണ്. എന്തിനധികം 7 ശാരീരിക ബന്ധങ്ങൾ നടക്കുന്നിടത്ത് ഒരെണ്ണം സ്വന്തം ഭർത്താവിനാലോ അതല്ലെങ്കിൽ സ്വന്തം കാമുകനാലോ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ബന്ധമാണ് എന്നതാണ് 2006 അവസാനത്തെ അമേരിക്കൻ കണക്ക്. ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും മതത്തെയോ ദർശനത്തെയോ ആരും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് നമ്മൾ കാണുന്നില്ല. അതേസമയം ഏതോ ഒരു സുഡാനി ചങ്ങാതി അയാളുടെ ഭാര്യയുമായി രമിക്കുകയോ കൂടെ മുറിയിലിരിക്കുകയോ ചെയ്ത, ഒറ്റയ്ക്ക് ഇരിക്കുകയോ ചെയ്ത ഒരു പുരുഷനെ അയാളുടേതായ വൈകാരിക വിക്ഷോഭത്തിൽ കൊന്നുകളഞ്ഞത് മഹാസംഭവമായി ഇസ്ലാമിന് നേരെ ആക്രമിക്കുവാനുള്ള സംഭവമായി മാറുകയും ചെയ്യുന്നു. ഇതെല്ലാം എന്തുകൊണ്ട്? അവിടെയാണ് മുസ്ലിം സ്ത്രീക്ക് വേണ്ടിയുള്ള കണ്ണുനീര്. അതാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. ഈ കണ്ണുനീര് മുഴുവനും എന്തുകൊണ്ട്? എന്തേ ഈ കണ്ണുനീര് വല്ലാതെ കുറെ കാലമായി ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? വിശേഷിച്ചും കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഈ രൂപത്തിൽ മുസ്ലിം പക്ഷത്ത് നിന്നും, മുസ്ലിം സമൂഹത്തിനകത്ത് നിന്നും പുറത്തു നിന്നുമായി മുസ്ലിം സ്ത്രീകളെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ പരിശ്രമങ്ങൾ, പഴയ രൂപത്തിലുള്ള ഓറിയന്റലിസ്റ്റുകളുടെ പരിശ്രമങ്ങളെ പോലെയുള്ള കേവല വിമർശനങ്ങളുടെ പരിശ്രമങ്ങളല്ല, മറിച്ച് കൂടെ നിന്നുകൊണ്ടുള്ള പരിശ്രമങ്ങൾ. സാധാരണ പറയാറുണ്ടല്ലോ, തോളിലിരുന്ന് ചെവി തിന്നുക എന്ന്. ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ എന്തുകൊണ്ട് ഇത് നടക്കുന്നു? ഇത് തീർച്ചയായും ഇസ്ലാമിക ലോകത്തിരുന്നു കൊണ്ട് ശ്രദ്ധേയമായി ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ പ്രത്യേകമായ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇസ്ലാമിന്റെ മറ്റു പല കാര്യങ്ങളെയും പോലെയല്ല, ഇസ്ലാമിനെ സ്ത്രീപക്ഷമായി വിമർശനങ്ങൾ പലതും നടക്കുന്നു, മുമ്പേ നടന്നു പോന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ട് കാലമായി, വിശേഷിച്ചും കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആംഗലേയ ഭാഷയിൽ പല കോണുകളിൽ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ ഈ രൂപത്തിൽ പ്രത്യേക രൂപത്തിലുള്ള
ഒരു തരത്തിലുള്ള തമസ്കരണത്തിനു വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് 2006 ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ 2006 സെപ്റ്റംബർ മാസത്തിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകം ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് വിമൺ എംബ്രേസിംഗ് ഇസ്ലാം എന്ന. വിമൺ എംബ്രേസിംഗ് ഇസ്ലാം, ഇസ്ലാം സ്വീകരിക്കുന്ന സ്ത്രീകൾ. സ്വാഭാവികമായിട്ടും ഇസ്ലാമുമായി ബന്ധപ്പെട്ട, ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാകുമ്പോൾ ഒരു മുസ്ലിമായിരിക്കും അത് രചിക്കുന്നത് എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. നെതർലാൻഡിലെ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റായ കെ ന്യൂസ്കക്ക് എന്ന് പറയുന്ന സ്ത്രീ, അവരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. ആ പുസ്തകത്തിൽ മുസ്ലിങ്ങളോ മുസ്ലിം ഇസ്ലാമിക പക്ഷത്തിരുന്നു കൊണ്ട് എഴുതിയ പുസ്തകമല്ല, മറിച്ച് 2006 സെപ്റ്റംബർ മാസത്തിൽ പുറത്തിറങ്ങിയ, ഓക്സ്ഫോർഡ് പ്രസ് പുറത്തിറക്കിയ പുസ്തകം ഈ നെതർലാൻഡിലെ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റായ ഞാൻ പറഞ്ഞ വ്യക്തി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ വളരെ സുന്ദരമായ ശാസ്ത്രീയമായി തയ്യാർ ചെയ്യപ്പെട്ടൊരു ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നാണ് ആ പുസ്തകത്തിൻ്റെ കാതൽ. അതിസുന്ദരമായ പുസ്തകം. അതിലെ കണക്കനുസരിച്ച് പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളിൽ 5 പേർ ഇസ്ലാം സ്വീകരിച്ചാൽ 4 പേരും മുസ്ലിങ്ങളാണ് എന്നാണ്. അല്ല, 4 പേരും സ്ത്രീകളാണ് എന്നാണ്. 5 പേർ ഇസ്ലാം സ്വീകരിച്ചാൽ 4 പേരും സ്ത്രീകളാണ്. അതിൻ്റെ വിശ്വാസപരമായ പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, ആദർശപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോന്നായി ശാസ്ത്രീയമായി അവർ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ വിശകലനം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്ന് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ വിശകലനം മുൻപ് നടക്കുകയും സ്വകാര്യ വേദികളിൽ നടക്കുകയും അതിനുള്ള മരുന്നുകളായിക്കൊണ്ടാണ് ആ വിശകലന പ്രകാരമുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിക്കൊണ്ടാണ്, മരുന്നുകളായിക്കൊണ്ടാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി വ്യത്യസ്ത രൂപങ്ങളിലുള്ള കണ്ണുനീരുകൾ മുസ്ലിം പെണ്ണിനു വേണ്ടി ഒഴുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ആ ഗ്രന്ഥം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്താണ് പ്രശ്നം? ഒന്നാമതായി WL കാട്ടിയുടെ പുസ്തകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 2001 പുറത്തിറങ്ങിയ ഗ്രന്ഥം. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? മുസ്ലിം പുരുഷനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും പ്രേമത്തിലകപ്പെടുകയും സ്നേഹബന്ധത്തിൽപ്പെടുകയും അവസാനം അവൾ കൺവേർട്ട് ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ പീഡനങ്ങളും ക്രൂരതകളും സഹിക്കേണ്ടി വരികയും ചെയ്ത ചരിത്രം. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ച സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കൺവേർഷനെ കുറിച്ച് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അഥവാ സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പാശ്ചാത്യ ലോകത്ത്, യൂറോപ്പിലും പാശ്ചാത്യ ലോകത്തുമെല്ലാം പഠിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുന്ന മുസ്ലിം യുവാക്കൾ സ്വാഭാവികമായും ആ യുവാക്കളുടെ ശരീരാകാരത്തിലാണെങ്കിലും അവരുടെ സ്വഭാവത്തിലാണെങ്കിലും ആകൃഷ്ടരായി യൂറോപ്യൻ സംസ്കാരം സ്വീകരിച്ചത് പ്രകാരം അവരുമായി ഡേറ്റിങ്ങിന് സമ്മതം ചോദിക്കുന്ന സ്ത്രീകൾ. ഡേറ്റിങ്ങിന് സമ്മതം ചോദിക്കുക എന്നത് അവിടുത്തെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപ് ഒന്നിച്ച് പരിചയപ്പെടുകയും ഒന്നിച്ച് നടക്കുകയും ആവശ്യമെങ്കിൽ ശാരീരികമായ ബന്ധത്തിലേർപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഏർപ്പാടിനാണ് ഡേറ്റിംഗ് എന്ന് പറയുക. യൂറോപ്യൻ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള കാര്യമല്ല. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളെ ക്യാമ്പസിൽ കാണുമ്പോൾ ഡേറ്റിങ്ങിന് സമ്മതം ചോദിക്കുക പരസ്പരം സാധാരണ നടക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായി മിഡിൽ ഈസ്റ്റിൽ നിന്ന്, മധ്യപൗരസ്ത്യ ദേശത്തിൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ളവർ യൂറോപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, അവരോട് ഡേറ്റിങ്ങിന് സമ്മതം ചോദിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളോട് തിരിച്ച് ഞങ്ങൾക്കത് പറ്റില്ല എന്നും, എന്നാൽ ഇസ്ലാം എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമാണ് ഞങ്ങൾ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് എന്നും, നിങ്ങൾ മുസ്ലിങ്ങളാവുകയാണെങ്കിൽ നമുക്ക് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുകയല്ലാതെ മറ്റൊരു രൂപത്തിലുമുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് പാടില്ല എന്നും തിരിച്ചു പറയുന്ന ആളുകൾ,
ആ ആളുകളുടെ തിരിച്ചുള്ള സംസാരം കേൾക്കുകയും അവിടെ നിന്ന് സാധാരണ യുവാക്കൾ ഇങ്ങനെ സുന്ദരികളായ സ്ത്രീകൾ ഡേറ്റിങ്ങിന് വേണ്ടി സമ്മതം ചോദിച്ചാൽ ഒരിക്കലും എതിർപ്പ് പറയാത്ത സാധാരണ യുവാക്കളുടെ രീതിയും ഈ പുരുഷന്മാരുടെ രീതിയും പരസ്പരം താരതമ്യം ചെയ്ത് ഇതെന്താണ് ഇവരെ ഇത്തരം ഒരു മാറ്റത്തിന് പര്യാപ്തമാക്കുന്നത് എന്നാലോചിച്ച് പഠിക്കുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അവരുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് വ്യത്യസ്ത കാരണങ്ങളിൽ ഒന്നായി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ തിരിച്ചറിയുകയും എന്നാൽ ഇങ്ങനെ ഒരു കാരണവശാലും ഒരു മുസ്ലിം പുരുഷനെ കണ്ടാൽ അയാളുടെ മതത്തെക്കുറിച്ച് ചോദിക്കുകയോ അറിയുകയോ എന്തെങ്കിലും ചെയ്യുന്ന സ്വാഭാവികമായ യൂറോപ്യൻ വനിതയുടെ മാർഗഭ്രംശമുണ്ടല്ലോ, അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മുസ്ലിം പുരുഷനാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങോട്ട് കടക്കരുത് എന്നോ അത് വലിയൊരു കെണിയാണ് എന്നും ആ കെണിയിൽ പെട്ടുപോയാൽ പിന്നെ നിങ്ങളുടെ പീഡനങ്ങളുടെ നരകമാണ് എന്നും വരുത്തി തീർക്കുവാനും അങ്ങനെ ഇസ്ലാമിനെ തന്നെ അതുവഴി തമസ്കരിക്കുവാനും വേണ്ടിയാണ് കാട്ടി തൻ്റെ ഗ്രന്ഥത്തിലൂടെ പരിശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാത്തിമ മർനീസി തൻ്റെ മൊറോക്കൻ ഭാഷയിൽ എഴുതിയ ഗ്രന്ഥം വളരെ ഉടനെ തന്നെ ഒരു മൊറോക്കക്കാരി മാത്രമായ ഒരു മൊറോക്കൻ സ്ത്രീ മാത്രമായ ഫാത്തിമ മർനീസി അവരുടെ ഗ്രന്ഥം ബിയോണ്ട് ദ വീൽ എന്ന പുസ്തകം എത്രയും പെട്ടെന്ന് പരിഭാഷപ്പെടുത്തപ്പെടുകയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. അത് പിന്നീട് സ്ത്രീ വിമോചനത്തിൻ്റെ ഏറ്റവും വലിയ സ്വരമായി തീരുകയാണ്. ഇങ്ങനെ മെല്ലെ മെല്ലെ ആ ഇസ്ലാം വിമർശനത്തിന് വ്യത്യസ്ത രീതികൾ കൈവരുകയാണ്. അങ്ങനെ ഇസ്ലാം വിമർശനത്തിൻ്റെ ആ രീതി അത് മുസ്ലിം സമുദായത്തിൽ ഒരർത്ഥത്തിലും സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിലാണ് 999 ആകുമ്പോഴേക്ക് ആമിന വദൂദിൻ്റെ ചില പുസ്തകങ്ങൾ രംഗത്ത് വരുന്നത്. ആമിന വദൂദ് അവർ വിർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക പഠന വിഭാഗം മേധാവിയാണ്. അവർ നല്ല ഇസ്ലാമിനെ കുറിച്ച് നല്ല ബോധമുള്ള ഒരു വനിത തന്നെയാണ്. അവർക്ക് ഈ ആദ്യമായി അവരുടെ പുസ്തകം പുറത്തിറങ്ങുന്നത് ഖുർആൻ ആൻഡ് വുമൺ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അവർ വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ വളരെ സുന്ദരമായി പരിശ്രമിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പടച്ചവൻ സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനമാണ് നൽകുന്നത്. തീർച്ചയായും ഖുർആനിൻ്റെ പ്രായോഗിക വിശദീകരണം നൽകിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്ത്രീകൾക്ക് അത്യുന്നതമായ സ്ഥാനമാണ് നൽകിപ്പോന്നത്. പക്ഷേ അവിടെ നിന്ന് ആ പക്ഷയിൽ നിന്ന് തുടങ്ങുകയാണ് അവരുടേത്. മുഹമ്മദ് നബിയുടെ സ്വരം നമുക്ക് നേരിട്ട് കേൾക്കാൻ അവസരമുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി പറഞ്ഞു വന്നത് അതേപോലെ നമുക്കറിയുവാൻ അവസരമുണ്ടായിട്ടില്ല. മറിച്ച് മുഹമ്മദ് നബിയുടെ 3 തലമുറകൾക്ക് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനും രേഖപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്ക് ശിഷ്യന്മാർക്ക് കഴിഞ്ഞത്. വിശുദ്ധ ഖുർആനാകട്ടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട വ്യക്തമായ ലിഖിതമായി നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയുടെ സംസാരങ്ങൾ, ആ മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ തലമുറകളിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെട്ടത് 2 കൈവഴികളിലൂടെയാണ്. 2 കൈവഴികൾ. ഒന്നാമത്തെ കൈവഴി അവർ തന്നെ പറയട്ടെ ആയിഷയുടെ കൈവഴിയാണ്. റളിയല്ലാഹു അൻഹ. ആയിഷയുടെ കൈവഴി അത് സ്ത്രീത്വത്തിൻ്റെ കൈവഴിയാണ്. ആയിഷ പഠിപ്പിച്ചത് മുഹമ്മദ് നബിയുടെ ആശയങ്ങളുടെ മുഹമ്മദ് നബി പഠിപ്പിച്ചതിന് കൃത്യമായി സ്ത്രീപക്ഷ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ആയിഷ ചെയ്തത്. അതേപോലെ മറ്റൊരു വലിയ കൈവഴിയുണ്ടായി. അത് അബൂ ഹുറൈറയുടെ കൈവഴിയാണ്. അബൂ ഹുറൈറ പുരുഷാധിപത്യത്തിൻ്റെ പുരുഷപക്ഷപാതിത്വത്തിൻ്റെ വക്താവാണ്. അബൂ ഹുറൈറയുടെ ചെറുപ്പകാലഘട്ടത്തിൽ എപ്പോഴോ സംഭവിച്ചതായി ഏതോ ഒരു പാളഗ്രന്ഥത്തിലുള്ള എന്തോ ഒരു സ്ത്രീ വിരോധത്തിൻ്റെ കഥ അവർ വളരെ വലുതാക്കി എടുത്തു ധരിക്കുന്നുണ്ട്. എന്നിട്ട് അബൂ ഹുറൈറ അടിസ്ഥാനപരമായ സ്ത്രീ വിരോധിയാണ് എന്നും അബൂ ഹുറൈറയിലൂടെ കടന്നു വന്ന അബൂ ഹുറൈറയുടെ ഈ കൈവഴിയിലൂടെ കടന്നു വന്ന പ്രവാചക വചനങ്ങൾ സുന്നത്ത് അത് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമാണ് എന്നും അതിൽ നിന്നാണ് പിൽക്കാലഘട്ടത്തിലെ സ്ത്രീ വിരുദ്ധമായ
ആശയങ്ങളുടെ മുഴുവനും സ്രോതസ് എന്നും മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകളോടുള്ള ക്രൂരതകൾക്കും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനും എല്ലാമുള്ള കാരണം ഈ പുരുഷാധിപത്യപരമായ ഇസ്ലാമിൻ്റെ വ്യാഖ്യാനമാണ് എന്നുമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കാര്യം കൃത്യമായി പിടുത്തം കിട്ടുന്നു. ഇസ്ലാമിൽ എത്തിച്ചേർന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ മാർഗദർശനം, ഇസ്ലാമിൻ്റെ കൃത്യമായ കർമ്മദർശനം, ആ കർമ്മദർശനം നൽകുവാൻ കഴിയുന്ന അത് ഹദീസുകളിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഈ ഹദീസുകൾ ഇല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മങ്ങളില്ല. സുന്നത്ത് ഹദീസുകളിൽ നിന്ന് ആണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെ നമസ്കരിക്കണമെന്ന്, എത്ര നേരം നമസ്കരിക്കണമെന്ന്, എങ്ങനെ നോമ്പ് പിടിക്കണമെന്ന്, നോമ്പിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്ന്, എത്ര സക്കാത്ത് കൊടുക്കണമെന്ന്, എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന്, എങ്ങനെ ഇസ്ലാമികമായി ജീവിക്കണമെന്ന് ഹദീസുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. യഥാർത്ഥത്തിൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു ആദർശം എന്നുള്ള നിലക്ക്, ഒരു തത്വാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലക്ക് ഇസ്ലാം മതത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി അയാളുടെ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു സാമൂഹ്യ നിലനിൽപ്പ്, ഇസ്ലാമിക ആദർശത്തിലുള്ള നിലനിൽപ്പ് അയാളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കർമ്മങ്ങളെ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ, കർമ്മങ്ങളിലുള്ള വിശ്വാസത്തെ പൂർണ്ണമായി എടുത്തു മാറ്റിക്കളഞ്ഞാൽ, കർമ്മങ്ങളെക്കുറിച്ച് എന്തെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതുവഴി ഇസ്ലാമിൽ നിന്ന് വളരെ സമർത്ഥമായ ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ മുസ്ലിം ലോകത്ത് ആദ്യമായി വ്യതിയാനങ്ങൾ ഉണ്ടായപ്പോൾ അത് ഖവാരിജികളാണെങ്കിലും പിൽക്കാലഘട്ടത്തിൽ ഷിയാക്കളാണെങ്കിലും അതല്ലെങ്കിൽ മുഅ്തസിലികളാണെങ്കിലും അതല്ലെങ്കിൽ ജബരിയാക്കളും ഖദരിയാക്കളുമെല്ലാം ആണെങ്കിലും അവരെല്ലാവരും പ്രധാനമായി ആക്രമിക്കുവാൻ പരിശ്രമിച്ചത് ഹദീസുകളെയാണ്, സുന്നത്തിനെയാണ്. ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കുവാൻ അത് മതി എന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ശത്രുക്കൾക്കറിയാം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആണല്ലോ ഖവാരിജികൾക്കും ഷിയാക്കൾക്കുമെല്ലാം രൂപം നൽകിയത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, പച്ചയായി തന്നെ പറഞ്ഞാൽ, യഹൂദന്മാരാണ് ആദ്യത്തെ ഇസ്ലാമിലെ വ്യതിയാന കക്ഷികളുടെ തലച്ചോറായി തീർന്നത്. ജൂതന്മാർ തീർച്ചയായും ഖവാരിജ് കക്ഷിയുണ്ടായപ്പോൾ അതിൻ്റെ പിന്നിലുള്ള തലച്ചോറ് സമർത്ഥമായി അന്വേഷിക്കുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ വരികളിലൂടെ കൃത്യമായി പഠിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അത് യഥാർത്ഥത്തിൽ യഹൂദന്മാരായിരുന്നു, ജൂതന്മാരായിരുന്നു എന്ന്. പിൽക്കാലഘട്ടത്തിൽ ഈ ഖവാരിജ് കക്ഷിയിൽ നിന്ന് തന്നെ ബീജാപാപം ചെയ്യപ്പെട്ട അടിസ്ഥാനപരമായി ഉയർന്നു വന്ന ഷിയാക്കളുടെയും യഥാർത്ഥത്തിലുള്ള തലച്ചോറ് യഹൂദന്മാരിൽ നിന്നുള്ളതായിരുന്നു എന്ന് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇവരെല്ലാവരും പിൽക്കാലഘട്ടത്തിലുണ്ടായ എല്ലാ വ്യതിയാന കക്ഷികളും ഇസ്ലാമിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികൾ മുഴുവനും തന്നെ ആ കക്ഷികളെ നാം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഖവാരിജികളുടെയും ഷിയാക്കളുടെയും ആശയങ്ങളെ വ്യത്യസ്ത അനുപാതങ്ങളിൽ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയവയാണ് ഈ കക്ഷികളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരെല്ലാം പ്രധാനമായും ആക്രമിച്ചത് ഇസ്ലാമിലെ സുന്നത്തിന് നേരെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന് നേരെയായിരുന്നു. ഈ വചനങ്ങൾ, പ്രവാചകന്റെ വചനങ്ങളെല്ലാം അസ്വീകാര്യമാണ് എന്ന രൂപത്തിലായിരുന്നില്ല അവരുടെ ആരുടെയും ആക്രമണം. മറിച്ച് പ്രവാചകന്റെ കൃത്യമായ വചനങ്ങളെ, അവയെക്കുറിച്ചുള്ള സംശയങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് അത് കടന്നു വരുവാനുള്ള മാർഗത്തെ പൂർണ്ണമായും വിച്ഛേദിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് എല്ലാമാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാക്കിയത്. തീർച്ചയായും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്രോതസ്സുകൾ, ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാണ് എന്ന് നമുക്കറിയാം. ഇസ്ലാമിക കുടുംബ സ്വഭാവ ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങളുമായി നമ്മൾ പരിശോധിക്കുമ്പോൾ
ആയിഷയാണ് പ്രധാനപ്പെട്ട സ്രോതസ്. അതേസമയം കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് പ്രധാനപ്പെട്ട സ്രോതസ്. ഇത് കാണുമ്പോൾ അബൂ ഹുറൈറയെ തകർത്ത് കളഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ അവിശ്വാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വന്തം ഇച്ഛപ്രകാരം തന്റെ പുരുഷാധിപത്യ മനസ്സുമായി, സ്ത്രീവിരുദ്ധ മനസ്സുമായി കാര്യങ്ങളെ സമീപിച്ചയാളാണ് എന്നും അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ, അദ്ദേഹത്തിന്റെ പാഠങ്ങളിൽ, അദ്ദേഹത്തിലൂടെ കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്ന് വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, ഇസ്ലാമുമായി ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ ആകർഷിച്ചുകൊണ്ട് കടന്നു വരുന്ന മുസ്ലിം സ്ത്രീകളെ, ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ ആകർഷിച്ചുകൊണ്ട് കടന്നു വരുന്ന പാശ്ചാത്യരായ മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കാൻ കഴിയുമെന്ന് വളരെ സമർത്ഥമായി ഇവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമിക് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. ഈ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായി അറിയപ്പെട്ട സംഭവമാണ് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. 2005 മാർച്ച് മാസം 18 നടന്ന ഖുതുബ പ്രസംഗം. മുസ്ലിം സ്ത്രീയുടെ പ്രശ്നങ്ങളുടെ പരിഹാരം, മുസ്ലിം പെണ്ണ്, ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് പർദ്ദയിട്ടുകൊണ്ട് ഖുതുബ നടത്തിയാൽ കഴിയുമെന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്നു യഥാർത്ഥത്തിലുള്ള അധപ്പതനം എന്നുള്ളതാണ് സത്യം. മുസ്ലിം സ്ത്രീകൾക്ക് ലോകത്ത് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള അഭിപ്രായം നമുക്കൊന്നുമില്ല. ഏതൊരു സമൂഹത്തിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ ആൺകോയ്മ വ്യവസ്ഥിതികളിൽ സ്ത്രീകൾ സ്വാഭാവികമായി പീഡിപ്പിക്കപ്പെടുമെങ്കിൽ, സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെങ്കിൽ, മുസ്ലിം സമുദായവും ഒരു സമുദായം എന്നുള്ള നിലക്ക് ആദർശാധിഷ്ഠിതമല്ലാത്തത് കൊണ്ട് തന്നെ ആൺകോയ്മ സമുദായത്തിൻ്റെയും സ്വാഭാവികതയാണ് എന്നും ആ സ്വാഭാവികതയിൽ നിന്ന് സ്ത്രീകളോടുള്ള പീഡനാത്മകമായ സമീപനങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ പീഡനങ്ങൾക്കുള്ള പരിഹാരം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശങ്ങളെ ആദിമ കാലഘട്ടത്തിലെ 3 തലമുറകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുകയും അങ്ങനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ആൺകോയ്മയോ പെൺകോയ്മയോ ഇല്ലാത്ത മാനവികമായ ഇസ്ലാമിക സാമൂഹ്യ സങ്കല്പത്തിന്റെ പൂർണ്ണതയുണ്ടാവുക എന്നുമാണ് ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വിഷയത്തെ കാണുന്നവർക്ക് പറയാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും, എവിടെ പുഴുക്കുത്തുണ്ടെങ്കിലും, ആ പുഴുക്കുത്തിന് പിന്നിലുണ്ടാവുക വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും, ആ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആദ്യത്തെ പ്രവാചകന്റെ പ്രത്യേകമായ സർട്ടിഫിക്കേഷൻ, പ്രത്യേകമായ നിർദ്ദേശങ്ങൾക്ക് വിധേയമായ 3 തലമുറകൾ, ആ 3 തലമുറകൾ എങ്ങനെയാണോ ഇസ്ലാമിനെ ഉൾക്കൊണ്ടത്, ഈ ഉപദേശങ്ങളെ ഉൾക്കൊണ്ടത്, അങ്ങനെ ഉൾക്കൊള്ളുന്നതിൽ നിന്നുള്ള വ്യതിയാനമാണ് ഏതർത്ഥത്തിലുമുള്ള മുസ്ലിം സ്ത്രീയുടെ പ്രശ്നമാണെങ്കിലും അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ മറ്റേതെങ്കിലും പുഴുക്കുത്തുകളാണെങ്കിലും അവക്ക് മുഴുവനുമുള്ള കാരണമെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മൂലപ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനുമുള്ള പരിഹാരമാണ് എന്നുള്ളതാണ് സത്യവും. പക്ഷെ അതിനു പകരം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു സ്ത്രീകൾ. ഇവരെ എങ്ങനെ വിമർശിച്ചിട്ടും എങ്ങനെ തലമുറകളായി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി നമുക്കറിയാമല്ലോ. പർദ എന്ന് പറഞ്ഞാൽ അപകടകാരിയായ, മുസ്ലിം സ്ത്രീയുടെ സകല അവകാശങ്ങളും തകർത്ത് കളയുന്ന, മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകുന്ന, എല്ലാ അർത്ഥത്തിലും അടിമത്വത്തിന്റെ, സങ്കുചിതത്വത്തിന്റെ, ജഡത്വത്തിന്റെ, മതമൗലികതയുടെ എല്ലാം ചിഹ്നമാണ് ഈ പർദ എന്ന് പറയാത്ത ഗ്രന്ഥങ്ങളുണ്ടോ? അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി എത്രയെത്ര പരിശ്രമങ്ങൾ നടന്നു, എത്രയോ പരിശ്രമങ്ങൾ. പക്ഷെ ആ പരിശ്രമങ്ങൾ മുഴുവനും വൃഥാവിലാവുകയാണ്. അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ, ഓരോ പ്രശ്നങ്ങളും എത്രയെത്ര വലുതാക്കിയാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കപ്പെട്ടത്. ബഹുഭാര്യത്വം, വിവാഹമോചനം, എല്ലാം സ്ത്രീകൾക്കുള്ള അവകാശ നിഷേധം, സ്വത്തവകാശത്തിലുള്ള പകുതി, അതേപോലെ തന്നെ സാക്ഷ്യം പറയുമ്പോൾ പോലും പകുതി. എന്താ ഇസ്ലാമിൽ സ്ത്രീക്കൊരു അസ്തിത്വവുമില്ല, ഒരർത്ഥത്തിലും പരിഗണിക്കപ്പെടുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീ അടിച്ചമർത്തുകയാണ്, ഒരു രണ്ടാംകിട പൗരനായി സ്ത്രീയെ അധപ്പതിപ്പിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് ഇറങ്ങിയത്, എത്രയെത്ര പുസ്തകങ്ങളാണ് പുറത്തു വന്നത്.
എന്തൊക്കെ രൂപത്തിൽ ഏതൊക്കെ മീഡിയകൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടു. പക്ഷെ അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടും ഞാനിവിടെ പറഞ്ഞ അവസാനമായി സൂചിപ്പിച്ച പുസ്തകം അതിൽ വളരെ കൃത്യമായി പറയുന്നു, പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന 5 പേരിൽ 4 പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ കുറിച്ച് പഠനം നടത്തിയപ്പോ ഒരു പെണ്ണ് പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചത് നമ്മൾ കാണുന്നില്ല. അതിലൊരു ന്യൂനപക്ഷം ആ ന്യൂനപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ അതിനുള്ള കാരണവും അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ പോലും അടിസ്ഥാനപരമായ പ്രചോദനം ഒരു പുരുഷന്റെ കേവലമായ ഒരു ആണിന്റെ ചൂടല്ല എന്നും ആ പുരുഷന്റെ പ്രതികരണത്തിൽ നിന്ന് ചൂട് പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു ചെന്ന പെണ്ണിനോട് കൃത്യമായി എനിക്കത് നൽകുവാൻ കഴിയില്ല എന്നും, നൽകണമെങ്കിൽ നീ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ മാത്രം കഴിയുമെന്നും അങ്ങനെ പഠിക്കാൻ ആരംഭിച്ച സ്ത്രീകളുടെ മാറ്റപാട് ഒരു തലം. അതല്ലാത്ത മറ്റൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ദാർശനികമായ കാര്യങ്ങൾ. ഇസ്ലാം ഒരു ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്, ഇസ്ലാം യഥാർത്ഥത്തിൽ ദൈവത്തെ പൂർണ്ണമായി ഞങ്ങളുടെ അപ്രോച്ചിൽ, ഞങ്ങളുടെ കൃത്യമായ റീച്ചിൽ, ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന അകലത്തിൽ പടച്ച തമ്പുരാനെ കൊണ്ടുവന്നു തന്നു എന്നതാണ് ഇസ്ലാം ചെയ്ത ഒരു കാര്യം. ഒരു പുരോഹിതന്റെ ആവശ്യമില്ലാതെ, ഒരു ഇടയാളിന്റെ പ്രസക്തിയില്ലാതെ പടച്ച തമ്പുരാനോട് നേരെ പറയാനും അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന 3 മൂർത്തികളിലുള്ള ഒരു ഏകദൈവമല്ല, ഏതെങ്കിലും മനുഷ്യനായി പറന്നു പോയൊരു പടച്ചവനല്ല, മറിച്ച് സട്ടാവായ സംരക്ഷകനായ ഈ പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിക്കുന്നവനായ പടച്ച തമ്പുരാൻ. ആ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇസ്ലാം ഞങ്ങൾക്ക് അവസരം നൽകി എന്നതാണ് പ്രധാനമായും മുസ്ലിം വനിത പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ കണ്ടെത്തുന്ന മുസ്ലിം വനിത ഇസ്ലാമിൽ എത്തിച്ചേർന്നതിന് കാരണമായി ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ പാശ്ചാത്യ ലോകത്തെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ, ആ സുഖത്തിനപ്പുറത്ത് സമാധാനത്തിന്റെ സംതൃപ്തിയുടെ കുടുംബജീവിതമുണ്ട് എന്നും, ലൈംഗികതയുടെ പൂർണ്ണമായ സമ്പൂർത്തീകരണത്തിന് കേവലമായ അപരിചിതരായ ഒരു ബന്ധവുമില്ലാത്ത 2 പേരുടെ ശാരീരിക ബന്ധത്തിനപ്പുറത്ത് കുടുംബത്തിന്റെ ഊഷ്മളമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന ശാരീരിക ബന്ധത്തിന് മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിലുള്ള സംതൃപ്തി നൽകാൻ കഴിയൂ എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശവും ഉപദേശവും അത് ജീവിതത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ ആ ഉപദേശം കുടുംബജീവിതത്തിന്, ഇസ്ലാമിലെ ധാർമ്മിക ജീവിതത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം അത് കണ്ട് മനസ്സിലാക്കിയും ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് പ്രസ്തുത പുസ്തകം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾക്ക് ആദ്യമായി അവിടേക്ക് കടന്നു വരാൻ ഒരു കാരണവും ഉണ്ടാകരുത്. ആ രൂപത്തിൽ അവരെ തടഞ്ഞു നിർത്തണം. അഥവാ ആരെങ്കിലും കടന്നതിന് ശേഷം അവരെ വഴിതെറ്റിച്ച് കളയണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മലയാളത്തിലും നമ്മുടെ നാട്ടിലും ഇതേ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ ഏറെ നടക്കുകയുണ്ടായി. തീർച്ചയായും മലയാളികൾ പരമാവധി പുസ്തകങ്ങളിൽ നിന്ന്, ആനുകാലികങ്ങളിൽ നിന്ന് അകലുകയും വിശേഷിച്ചും ആരെയാണോ ലക്ഷ്യമാക്കുന്നത് അവർ വായിക്കാത്തവരായി തീരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചലച്ചിത്രങ്ങളെയാണ് ഏറെ ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ചലച്ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ചലച്ചിത്രങ്ങൾ നമ്മുടെ ദൃശ്യ മേഖലയിൽ കടന്നു വരുന്നില്ല എന്നുള്ളത് തന്നെ. എന്നാൽ ചലച്ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാർ ചെയ്യപ്പെടുന്ന ചില ഫീച്ചറുകളും ചലച്ചിത്രങ്ങളുടെ തിരക്കഥകളും വായിച്ചാൽ തന്നെ എത്ര സമർത്ഥമായാണ് മുസ്ലിം സ്ത്രീയെയും മുസ്ലിം സമുദായത്തെയും വളരെ വളരെ സമർത്ഥമായി വഴിതെറ്റിക്കാൻ പരിശ്രമിക്കുന്നത് ചലച്ചിത്രങ്ങളിലൂടെ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു TV ചന്ദ്രൻ മലയാളത്തിലെ ശ്രദ്ധേയനായ സംവിധായകനാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വളരെ വികൃതമാണ്, നികൃഷ്ടമാണ്. അത് അറിയപ്പെട്ട കാര്യവുമാണ്. ഞാനത് അയാളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരാശയത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പാഠം 1 ഒരു വിലാപമെന്നായിരുന്നു ആ ചലച്ചിത്രത്തിൻ്റെ തലക്കെട്ട്. അതിന് അവാർഡുകൾ നൽകി.
അതിന് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അതുമായി കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ഒരു മന്ത്രിയുടെ മകൻ നാട് ചുറ്റുകയും ഊരു ചുറ്റുകയും പേര് നേടുകയും ചെയ്തു. പക്ഷേ കേരളത്തിലില്ലാത്ത, മുസ്ലിം സമുദായത്തിലില്ലാത്ത ഒരു ദുഷിച്ച വ്യവസ്ഥിതി മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് കേവലം നിലമ്പൂരിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ദുഷിച്ച സമ്പ്രദായം, ആ ദുഷിച്ച സമ്പ്രദായത്തെ സമുദായത്തിൽ പൊതുവൽക്കരിക്കുകയും ആ പൊതുവൽക്കരണത്തിന് പിന്തുണയായി നാം മനസ്സിലാക്കണം, പിന്തുണയായി വിശുദ്ധ ഖുർആനെയും പ്രവാചക വചനങ്ങളെയും ഇസ്ലാമിനെയുമെല്ലാം ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ചലച്ചിത്രം. അത് വളരെ സമർത്ഥമായ ഒരു ചലച്ചിത്രം എന്നുള്ള നിലക്ക് വളരെ സമർത്ഥമായി സാധാരണക്കാരുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു പോവുകയാണ്. പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന 4 പേരിൽ 5 പേരിൽ 4 സ്ത്രീകളാണ് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കണക്കെടുത്താലും ഏകദേശം അതിനു തുല്യം തന്നെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൽ എത്തിച്ചേരുന്ന സഹോദരിമാരുടെ എണ്ണം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളീയ സമൂഹവും ജീവിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഗൗരവതരമായി കേരളത്തിലെ വനിതകൾ, വിശേഷിച്ചും ബുദ്ധിജീവികളായ ചിന്തകന്മാരായ വനിതകൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പച്ചയായ സത്യമാണ്. അതേപോലെ പിന്നീട് ഏതോ നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഒരു കേരളീയ സ്വത്വത്തെ, ഒരു കേരളീയ മാപ്പിള സ്വത്വത്തെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിക്കുവാനും പരിശ്രമമുണ്ടായി ഒരു കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൂടെ. എന്താണുണ്ടായത്? ഒരു സിനിമയുടെ മറ്റൊരു തിരക്കഥ, ഏതോ ഒരു ഹാജിയാരുടെ തിരക്കഥ. കേരളീയ സമൂഹത്തിൽ ഏതോ 921 മുൻപ് എന്നോ നിലനിന്നു എന്ന് കരുതപ്പെടുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ വികൃതവൽക്കരിച്ച് പൊതുവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ വളരെ വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമവും സിനിമയുടെ പക്ഷത്തിൽ നിന്നുണ്ടായി. എന്നിട്ടും നിന്നില്ല. ഏറ്റവും പുതിയ ഒരു സിനിമ ട്രെൻഡ്, പർദ്ദയിട്ട പെണ്ണാണെങ്കിലും വൃത്തികേടുകൾക്ക് മുഴുവനും പിന്നിലൂടെ കൈകോർക്കുവാൻ അവൾ ഉണ്ടാകും എന്ന മെസ്സേജ് കൊടുക്കുന്ന ചലച്ചിത്രങ്ങൾ പുറത്തു വന്നു ക്ലാസ്മേറ്റ്സിലൂടെ. ഞാൻ സിനിമകളുടെ തിരക്കഥകളെ ഈ ഒരു തലത്തിൽ പഠിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താണ് ക്ലാസ്മേറ്റ്സ് എന്ന ചലച്ചിത്രം പുതിയ തലമുറക്ക് നൽകുന്ന? ഏതായിരുന്നാലും തങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിമർശനങ്ങളും എല്ലാവിധത്തിലുള്ള തെറ്റിദ്ധാരണാ പ്രചരണവും എല്ലാവിധത്തിലുള്ള തമസ്കരണങ്ങളും നടന്നിട്ടും പർദ്ദയിൽ നിന്ന് പർദ്ദയിലേക്കുള്ള മുസ്ലിം സ്ത്രീയുടെ ശക്തമായ ഒഴിച്ചുപോക്ക് തടയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. പർദ്ദയിലേക്കുള്ള പോക്ക് എന്ന് മാത്രമല്ല, പർദ്ദയെ പൂർണ്ണമായി സ്വീകരിക്കുന്ന ഇന്നലെ വരെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുകയും പർദ്ദ തങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ വസ്ത്രപാടി എന്ന് പച്ചയായി ഉറക്കെ പറയാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ക്യാമ്പസുകളിൽ മൊത്തത്തിൽ ഇത്തരം ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആ ട്രെൻഡ് നിലനിൽക്കുമെങ്കിലും പർദ്ദയുടെ പുറംമൂടിയിലും ഏറ്റവും കേരളീയ മുസ്ലിം യുവത്വം ഇന്നും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത മുഖമടക്കം മൂടിക്കൊണ്ടുള്ള പർദ്ദയാണെങ്കിലും വൃത്തികേടുകൾക്ക് നിരകളിൽ സ്ഥാനമുണ്ടാകും എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള ചലച്ചിത്ര നിർമ്മാണങ്ങൾ നടക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡായി, വളരെ കൃത്യമായി, വളരെ സമർത്ഥമായി ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഈ കണ്ണുനീരിന്റെ ലക്ഷ്യം ഒരിക്കലും മുസ്ലിം സമുദായത്തെ സംസ്കരിക്കുകയല്ല, നവോത്ഥാനത്തിലേക്ക് നയിക്കുകയല്ല. ഈ സമുദായത്തെ നടന്നുകൊണ്ടിരിക്കുന്ന നവജാഗരണം, അങ്ങനെ തന്നെ പറയട്ടെ, ഞാൻ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ പാട്ടുപാടി മുസ്ലിം യുവത എന്നല്ല, ലോകത്തുള്ള മുഴുവനും സ്ത്രീകൾ, അതെ, ലോകത്തുള്ള മുഴുവനും സ്ത്രീകൾ പാശ്ചാത്യവൽക്കരണത്തിന്റെ, കച്ചവടവൽക്കരണത്തിന്റെ വൃത്തികേടുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ, സ്ത്രീത്വത്തെ രക്ഷപ്പെടുത്തുവാൻ, സ്ത്രീത്വത്തെ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തുവാൻ ഇസ്ലാമിക ആദർശത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ദശലക്ഷക്കണക്കിന് സഹോദരന്മാരോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ അതിനേക്കാൾ 10 മടങ്ങുള്ള സ്ത്രീ ജനത സന്നദ്ധമാവുകയും ചെയ്യുമ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ ഇത്തരത്തിലുള്ള തങ്ങളുടെ ദുഷ്പ്രചരണങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിനകത്ത് വന്നു നീട്ടെങ്കിലും അവരെ തെറ്റിക്കുവാനും അവരെ വളരെ സമർത്ഥമായി
മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുവാനും അവരറിയാതെ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. യുനിസെഫ് 10 വർഷങ്ങൾക്ക് മുമ്പ് തായ്ലാന്റിൽ നടപ്പാക്കിയ അതേ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തത്. തായ്ലാന്റിൽ 10 വർഷങ്ങൾക്ക് മുൻപ് ഇത് നടപ്പാക്കിയതിന് ശേഷം എന്തു സംഭവിച്ചു എന്ന് ഒരു ഫീൽഡ് സ്റ്റഡി മാത്രം നടത്തിയാൽ മതിയാകും എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ. കേരളത്തിലെ മുഴുവൻ സമുദായവും നിശബ്ദത പാലിക്കുകയും എന്നാൽ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അവർ നടപ്പാക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ച പുസ്തകത്തിലെ ചില വൃത്തികെട്ട പരാമർശങ്ങൾ ഉണ്ടായതുകൊണ്ട് താൽക്കാലികമായി പൊതുവായി ധാർമ്മികമായി ചിന്തിക്കുന്ന ചില ആളുകളുടെ ശക്തമായ വിമർശനം ഉണ്ടായപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ച ഒരു കാര്യമാണ് സെക്കുലർ സ്കൂളിലെ ലൈംഗിക വിദ്യാഭ്യാസ പദ്ധതി. ഇത് യഥാർത്ഥത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ നോക്കിയിട്ടും ഇസ്ലാം പറയുന്ന രൂപത്തിൽ ഉള്ള ഒരു ധാർമ്മിക സംസ്കൃത സമൂഹത്തെ തകർക്കുവാൻ കഴിയുന്നില്ല എന്ന് അത് ആരോപണങ്ങളെ കൊണ്ട് അതല്ലാതെ ഉള്ളിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് അത് തമസ്കരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി ഇത് ഒരു പൊതുവായി ലൈംഗികതയുടെ പേരിൽ വളരെ സമർത്ഥമായി പുതിയ തലമുറയെ തെറ്റിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. ചുരുക്കത്തിൽ മുസ്ലിം സ്ത്രീക്ക് വേണ്ടി ഒഴുക്കപ്പെടുന്ന കണ്ണുനീരുകൾ മുഴുവനും ഗ്ലിസറിൻ ഒഴിച്ചുണ്ടാക്കുന്ന കണ്ണുനീരുകളാണ്. ആ കണ്ണുനീരിന്റെ പിന്നിൽ ഒരല്പം പോലും ആത്മാർത്ഥതയില്ല. ആ കണ്ണുനീര് യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കുന്നത് മുസ്ലിം സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ വളരെ സമർത്ഥമായി ഇസ്ലാമിൽ നിന്ന് സമർത്ഥമായി വഴിതെറ്റിക്കുക എന്നതാണ്. ഇത് തിരിച്ചറിയാനും ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം വ്യക്തമാക്കുവാനും ഏതവസ്ഥയിലാണെങ്കിലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച 3 തലമുറകളിലൂടെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്ന് ലോകത്തിന് മാതൃകയായി തീർന്ന ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ മാത്രമാണ് ഞങ്ങൾ സന്നദ്ധം എന്ന് പച്ചയായി ഉറക്കെ പറയുവാനും നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് മുസ്ലിം വനിതക്ക് കഴിയണം. ആ വനിതയെ ദുർബലയായ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ കളികളും നടക്കുന്നത്. അവിടെ അതാ ഞാൻ പുസ്തകം കൊണ്ട് തുടങ്ങിയത് കൊണ്ട് പുസ്തകം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. അവിടെ യശോധവളമായ ഒരു സുന്ദരമായ ഗ്രന്ഥം ഈ 2005 തന്നെ പുറത്തിറങ്ങിയ ഒരു പുസ്തകം നൈമ ബി റോബർട്ടിന്റെ ഗ്രന്ഥം. അവർ പറയുന്നത് ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എന്നാണ് പുസ്തകത്തിന്റെ തലക്കെട്ട്. ആ പുസ്തകത്തിൽ അവർ പറയുക, ഇതാ ഈ പർദ്ദക്കുള്ളിൽ ജീവിക്കുന്ന ശരീരമുണ്ടല്ലോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുന്നിലെല്ലാം പാടി ആടിക്കുഴഞ്ഞ ശരീരപാട്. അന്ന് ജീൻസും ടോപ്പും ഇട്ട് ലണ്ടന്റെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മുന്നിലൂടെ ഒറ്റപ്പെട്ട് കടന്നു പോകുന്ന കറുത്ത രൂപത്തെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീർപ്പുമുട്ടുന്ന സ്വത്വങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടം തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ വസ്ത്രം സ്വന്തം ജീവിതത്തിൻ്റെ ആദർശത്തിൻ്റെ മേമ്പൊടിയായി തീർന്നപ്പോൾ, ആദർശത്തിൻ്റെ പ്രതീകവൽക്കരണമായി തീർന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് പീഡനമാണ് എന്നുള്ള ധാരണയുമായി കടന്നു പോകുന്ന, യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ശരീരം തുറന്നു കാണിക്കുന്ന ഈ മ്യൂസിക്കിൻ്റെയും DJ-യുടെയും ലോകത്തുള്ള സഹോദരിമാരോട് ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഈ സ്വത്വത്തെ, ഈ സന്തോഷത്തെ പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്ന നൈമ ബി റോബർട്ടിൻ്റെ, ഇസ്ലാം സ്വീകരിച്ച നൈമ ബി റോബർട്ടിൻ്റെ ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എന്ന ഗ്രന്ഥം. അവർ പക്ഷേ ആ പുസ്തകത്തെ തമസ്കരിക്കുവാൻ വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് സത്യം. അത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇൻ്റർനെറ്റിലൂടെയെല്ലാം ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന ആമസോണിനെ പോലെയുള്ള പുസ്തകശാലകൾ പോലും ഈ പുസ്തകത്തെ നമ്മൾ പെട്ടെന്നൊന്നും ലഭ്യമല്ലാത്ത വിധത്തിൽ നിഗൂഢവൽക്കരിക്കുന്നു എന്നത് മറ്റൊരു സത്യം. ഏതായിരുന്നാലും ഈ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും ഇസ്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകം ഈ വിഷയത്തിൽ കൃത്യമായി ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക് ഫെമിനിസത്തെ ഈ ആമിന വദൂദിൻ്റെയും അതേപോലെ തന്നെ ഫാത്തിമ ബന്നീസിയുടെയും എല്ലാം തുടർച്ചയായി കടന്നു വന്നത്, അതും നിങ്ങൾ ശ്രദ്ധിക്കണം, കേരളത്തിലേക്കായിരുന്നു, ഇന്ത്യയിൽ കേരളത്തിലേക്കായിരുന്നു. പിന്നെ ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ ശക്തമായ വക്താവ്
കടന്നു വന്നത് നിങ്ങളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. അതിനും ആതിഥ്യം അരുളുവാൻ നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ സന്നദ്ധമായി മാർഗോപദ്രാനുമായി ബന്ധപ്പെട്ട കഥകൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആവർത്തിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്നു. അത് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള സംരക്ഷകരായും നമ്മൾ തീരുക. അത് കഴിയണമെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ പോലെ 3 തലമുറകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതിന് പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.